നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. സംബാലിൽ നവംബർ 24-ന് ഷാഹി മസ്ജിദ് സർവേക്കിടെ നടന്ന അക്രമ സംഭവങ്ങളിൽ ഉപയോഗിച്ച വെടിക്കോപ്പുകളിൽ നിന്ന് പാക് ബന്ധം പുറത്തായിരുന്നു. ഇപ്പോൾ ഒരു യുവാവ് പാകിസ്ഥാനിലുള്ള മൗലാനയുമായി സംസാരിക്കുന്നതിന്റെ വീഡിയോ വൈറലാകുന്നു. ഷാഹിദ് ബിലാൽ ഒഫീഷ്യൽ എന്ന യൂട്യൂബ് ചാനലിൽ വൈറലായ 9.23 മിനിറ്റുള്ള ഈ വീഡിയോയിൽ മുഹമ്മദ് അഖിൽ എന്ന യുവാവ് പാകിസ്ഥാൻ മൗലാന എഞ്ചിനീയർ മുഹമ്മദ് അലി മിർസയോട് സംബാൽ അക്രമവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കുന്നത് കാണാം. ഈ വീഡിയോയിൽ യുവാവ് സ്വയം സംബാൽ നിവാസിയാണെന്ന് വിളിക്കുന്നു. അതേസമയം മുസ്ലിങ്ങളല്ലാത്ത ആളുകൾ പള്ളിയെ ക്ഷേത്രമെന്ന് വിളിച്ച് പിടിച്ചെടുക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് യുവാവ് മൗലാനയോട് ഒരു ചോദ്യം ചോദിക്കുന്നു. സർവേ നടക്കുന്നു. അതിനുശേഷം കല്ലേറുണ്ടായി. പോലീസ് വെടിയുതിർത്തു. ചില ആൺകുട്ടികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതിനാൽ അവരെ രക്തസാക്ഷികൾ എന്ന് വിളിക്കണോ എന്നാണ് യുവാവിന്റെ ചോദ്യം. അതിന് മൗലാന പറഞ്ഞത്, ഇസ്ലാമിൽ അവരെ രക്തസാക്ഷികൾ എന്ന് വിളിക്കാം, എന്നാൽ ആരെങ്കിലും പിടികൂടിയാൽ അതിന് നിയമപരമായ വഴി സ്വീകരിക്കണം, അല്ലെങ്കിൽ കോടതിയുടെയും പോലീസിന്റെയും സഹായം തേടണം. എന്നാൽ നമ്മൾ ഇത് ചെയ്താൽ, നമ്മൾ തന്നെ മുന്നോട്ട് വന്നാൽ കലാപമുണ്ടാകും. വീഡിയോ വൈറലായതോടെ പോലീസ് ഇപ്പോൾ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. സംബാൽ SP കൃഷ്ണകുമാർ വിഷ്ണോയ് പറഞ്ഞത്, വീഡിയോയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് തിരിച്ചറിയൽ രേഖ തയ്യാറാക്കുന്നത്. ഇതിനായി 2 ടീമുകളെ നിയോഗിച്ചിട്ടുണ്ട്. അദ്ദേഹം സംസാരിച്ച വേദിയിലും അന്വേഷണം നടക്കുന്നുണ്ട്. ഇയാളെക്കുറിച്ച് വിവരം ലഭിച്ചാലുടൻ നിയമ നടപടി സ്വീകരിക്കും, പോലീസ് വ്യക്തമാക്കി. അതേസമയം നവംബർ 24-ന് ഷാഹി മസ്ജിദ് സർവേക്കിടെ നടന്ന അക്രമ സംഭവങ്ങളിൽ 24 പ്രതികൾക്കായി സംബാൽ പോലീസ് ജാമ്യമില്ലാ വാറന്റ് പുറപ്പെടുവിച്ചു. സംബാലിലെ വീടുകളിൽ നിന്ന് അപ്രത്യക്ഷരായവരും ഡൽഹി, ഉത്തരാഖണ്ഡ്, ഹരിയാന, രാജസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഒളിവിൽ കഴിയുന്നവരും രഹസ്യമായി താമസിക്കുന്നവരുമായ എല്ലാ പ്രതികളുടെയും അന്വേഷണം പുരോഗമിക്കുകയാണ്. കൂടാതെ യോഗി സർക്കാർ ഭരണകൂടം സംബാലിലേക്ക് വ്യാപകമായ സർവേകളും കയ്യേറ്റക്കാർക്കെതിരെ കർശനമായ ശിക്ഷകളും ഏർപ്പെടുത്തിയിരിക്കുകയാണ്. സംസ്ഥാന അന്വേഷണ സംഘങ്ങൾ സംസ്ഥാന വ്യാപകമായി സർവേകളുടെ വ്യാപ്തി വിപുലീകരിച്ചു. സാംസ്കാരിക പുനരുദ്ധാരണം വേഗത്തിലാക്കാൻ സംസ്ഥാന സർക്കാർ അഭൂതപൂർവമായ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. സംബാലിലെ വൈദ്യുതി മോഷണത്തിന് ഇന്ത്യൻ വൈദ്യുതി നിയമത്തിലെ സെക്ഷൻ 135 പ്രകാരം 1400-ലധികം FIR-കൾ ഫയൽ ചെയ്തിട്ടുണ്ട്. സമാജ്വാദി പാർട്ടി MP സിയാവുർ റഹ്മാൻ ബാർക്ക് 16 പള്ളികൾ, 2 മദ്രസകൾ എന്നിവയ്ക്കെതിരെ കേസെടുത്തവയിൽ ഉൾപ്പെടുന്നു. ഉത്തർപ്രദേശ് പവർ കോർപ്പറേഷൻ ലിമിറ്റഡ് UPPCL കുറ്റക്കാർക്കെതിരെ 11 കോടി രൂപ പിഴ ചുമത്തി. ഇതിൽ 20 ലക്ഷം രൂപ ഇതിനകം പിടിച്ചെടുത്തു. നശിച്ചതോ അധിനിവേശമോ അടച്ചിട്ടതോ ആയ ക്ഷേത്രങ്ങൾ കണ്ടെത്തുന്നതിനുള്ള ശ്രമങ്ങളും ഊർജിതമാക്കി. സംബാലിലെ ഹയാത്ത് നഗർ പ്രദേശത്ത് പൂട്ടിയിട്ടിരുന്ന ഒരു ക്ഷേത്രം ദൈനംദിന പ്രാർത്ഥനയ്ക്കായി വീണ്ടും തുറന്നു. അതേ ദിവസം തന്നെ വാരണാസിയിലെ മദൻപുര പ്രദേശത്തെ മറ്റൊരു അടച്ചിട്ട ക്ഷേത്രം വീണ്ടും തുറന്നു പതിവ് ആരാധന പുനരാരംഭിച്ചു. ഡിസംബർ 18-ന് അലിഗഡിലെ മറ്റൊരു പൂട്ടിയ ക്ഷേത്രം തുറന്നു. പൂജകൾ ആരംഭിച്ചു. മൊറാദാബാദിൽ 44 വർഷമായി പൂട്ടിയിട്ടിരുന്ന ഒരു ക്ഷേത്രം തുറന്നിട്ടുണ്ട്. ഫിറോസാബാദിലെ റസൂൽപൂരിലെ 60 വർഷത്തിലേറെയായി പൂജകൾ നടക്കാതിരുന്ന ഒരു ശിവക്ഷേത്രവും ആരാധനയ്ക്കായി തുറന്നു. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.